ആൻഡ് ഇത്ര നാളും ഇല്ലാണ്ട് ഇപ്പം ഞാൻ എന്തുകൊണ്ട് ഒരു സ്കിൻ കെയർ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്നെ പോലെ കുറേ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്ത് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്നാണെങ്കിൽ ആ ഒരു ടിപ്പും കൂടി നിങ്ങൾക്കൊന്ന് ആഡ് ചെയ്യാം. സ്കിൻ കെയർ ഓർഗനൈസർ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കെന്തോ മുഖത്തെട്ടിനെന്നുള്ളൊരു ഫീല്, പ്രത്യേകിച്ച് ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു 10 എത്ര കൊടുക്കും? ഒന്നും കൊടുക്കൂല. അതാണ് ഓളെ കമന്റ്. ഫ്ലോപ്പ്. ഫേസൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ്ലി ഫുൾ റെഡ്നെസ് ഫേസിൽ. ഇത് കൈകൊണ്ട് തൊടൂലെന്ന് ഉറപ്പിച്ചതാ. ഇത് ഡ്രൈ സ്കിന്നിന് എന്തായാലും നല്ലോണം യൂസ്ഫുൾ ആവും. പിന്നെ ഇത് യൂസ് ചെയ്തിട്ട് വലിയ മാറ്റങ്ങളൊന്നും ഇല്ല. 3 ഡേയ്സ് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് അങ്ങനെ ചെറിയ ചെറിയ ടൈനി പിമ്പിൾസ് ഉണ്ടാവും. ഞാൻ എവിടെ പോവുകയാണെങ്കിലും ഈ സാധനമാണ് എന്തായാലും ബാഗിലിട്ട് കൊണ്ടും. അല്ലാണ്ട് വേറെ ഒരു ഉപകാരം ഇതിനെ കൊണ്ടില്ല. PCODന്റെ പ്രശ്നം എനിക്ക് ഇപ്പോഴും ഉണ്ട്. എന്നെ പോലെ കുറേ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് മാറ്റങ്ങളൊന്നും ഇല്ല എന്നാണെങ്കിൽ ഇപ്പറഞ്ഞ കാര്യം കൂടി നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കാം. ഇവിടെ ചെയ്താൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ചേഞ്ചസ് ഉണ്ടാവും. എനിക്ക് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. ഹലോ ഗൈസ്, സോ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഒരു സ്കിൻ കെയർ വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സാധാരണ ഞാൻ ചെയ്യുന്ന വീഡിയോൻ്റെ അത്ര ക്ലാരിറ്റി എന്തായാലും ഇതിലുണ്ടാവില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ നോയ്സ് ഒക്കെ കേൾക്കാൻ പറ്റും. തൊട്ടപ്പുറത്ത് റോഡാണ്, അതിൻ്റെ ഡിസ്ട്രാക്ഷൻ എന്തായാലും ഈ വീഡിയോയിലുണ്ടാവും. സോ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറേ വിളിച്ച് നീട്ടുന്നില്ല ഇൻട്രോ. ഞാൻ എൻ്റെ ഒരു സ്കിന്നിൻ്റെ കണ്ടീഷനെ പറ്റി പറയാം. ആൻഡ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം മെയിൻ ആയിട്ട് എടുത്ത് പറയാം. ഈ ഒരു സ്കിൻ കെയർ വീഡിയോ ചെയ്യാൻ മാത്രമുള്ള ക്ലിയർ സ്കിന്നൊന്നും അല്ലേണ്ടത്. എൻ്റെ സ്കിൻ കണ്ടീഷനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 18 വയസ്സ് വരെ എനിക്ക് കാര്യമായിട്ടുള്ള സ്കിൻ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിട്ടില്ല. ക്ലിയർ സ്കിന്നാണ്, അത്ര ലാക്നസിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിട്ടില്ല. പക്ഷേ 18 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഈ പീരീഡ്സിൻ്റെ പ്രോബ്ലംസ് വന്നു തുടങ്ങിയത് മുതൽ പിമ്പിൾസിൻ്റെ ഇഷ്യൂസ്, ബോഡിയിലുള്ള ഇഷ്യൂസ്, പീരീഡ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ്, അങ്ങനെ ഇല്ലാത്ത പ്രശ്നങ്ങളില്ല. അപ്പോൾ അത് മെയിനായിട്ട് റിഫ്ലക്ട് ചെയ്തത് എൻ്റെ സ്കിന്നിലാണ്. ഡെഫിനറ്റ്ലി അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ നമ്മളെല്ലാവരും പോലെയും യൂട്യൂബിൽ കുറേ വീഡിയോസ് സെർച്ച് ചെയ്ത് സ്കിൻ കെയർ വീഡിയോസിലേക്ക് ഇറങ്ങിച്ചെന്ന് കിട്ടുന്ന വീഡിയോസിലും കാണുന്ന വീഡിയോസിലും ഉള്ള പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്ത് ഒരു മാറ്റവും ഇല്ലാണ്ട് പൈസ മാത്രം പോയത് മിച്ചം എന്നുള്ള രീതിയിൽ ഇരിക്കുന്ന ഒരു അവസ്ഥ എനിക്കും ഉണ്ടായിരുന്നു. ആൻഡ് അവിടുന്ന് എൻ്റെ സ്കിന്നിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത ചില പ്രൊഡക്റ്റ് ഉണ്ട്. അത് നിങ്ങളുടെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വെച്ച് ഇങ്ങനെ പണി നീക്കുമ്പോൾ ചിലപ്പോൾ വിചാരിക്കും ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആയിരിക്കുന്നു. ഒരിക്കലല്ല, ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ആൻഡ് ഇത്ര നാളും ഇല്ലാണ്ട് ഇപ്പം ഞാൻ എന്തുകൊണ്ട് ഒരു സ്കിൻ കെയർ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഒന്നാമത്തെ റീസൺ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് യൂസ്ഫുൾ ആയ പ്രൊഡക്ട്സ് ഉണ്ട്. ആൻഡ് രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഞാൻ ഇതിനു മുമ്പ് ഷോർട്ട് വീഡിയോസിലൂടെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പ്രൊഡക്ട്സും എനിക്ക് വർക്കായ 2 പ്രൊഡക്ട്സും ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ കുറേ പോസിറ്റീവായിട്ടുള്ള റിവ്യൂസ് വന്നിട്ടുണ്ട്. സോ മൈ ചോയ്സസ് ആർ നോട്ട് ബാഡ്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ധൈര്യമായിട്ട് എൻ്റെ പ്രൊഡക്റ്റ്, എൻ്റെ സ്കിൻ കെയർ ജേർണി നിങ്ങളുടെ അടുത്ത് ധൈര്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അതാണ് മെയിൻ ആയിട്ടുള്ളൊരു സ്കിൻ കെയർ വീഡിയോ ചെയ്യാനുള്ള മോട്ടീവ്. അറിയില്ല എത്രത്തോളം പറയേണ്ട കാര്യങ്ങൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഇരുന്നിട്ടൊരു വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെതായ നെർവസ് എൻ്റെ മുഖത്ത് കാണാൻ പറ്റും, സംസാരത്തിലും അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഒരു 3 പാർട്ടായിട്ടാണ് നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് പാർട്ടിൽ എൻ്റെ കയ്യിലുള്ള എല്ലാ പ്രൊഡക്ട്സും, നല്ലതും മോശമായ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുക. രണ്ടാമത് എൻ്റെ സ്കിൻ കെയർ ജേർണിയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്ത എനിക്ക് മാറ്റങ്ങൾ കൊണ്ടുവന്ന പ്രൊഡക്ട്സും നിങ്ങളോട് പറഞ്ഞുതരാം. മൂന്നാമതായിട്ട് ഒരു ടിപ്പ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സ്കിൻ കെയറിൽ ആഡ് ചെയ്യാം. എന്നെ പോലെ കുറേ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്ത് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്നാണെങ്കിൽ ആ ഒരു ടിപ്പും കൂടി നിങ്ങൾക്കൊന്ന് ആഡ് ചെയ്യാം. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പിക്ചർ വീഡിയോ ഉണ്ട്. സോ വീഡിയോ ഇപ്പൊ ഞാൻ എന്തുകൊണ്ട് ഒരു സ്കിൻ കെയർ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്നെ പോലെ കുറേ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്ത് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. സോ ആദ്യം തന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള പ്രൊഡക്ട്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാന്നല്ല ഇൻട്രൊഡ്യൂസ് ചെയ്തുതരാം. അപ്പോൾ എൻ്റെ സ്കിൻ കെയർ ഓർഗനൈസർ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ പെർഫ്യൂംസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സ്കിൻ കെയർ ഓർഗനൈസർ. ഇതിൽ കുറേ പ്രൊഡക്ട്സ് ഉണ്ട്. പക്ഷെ ഇതിൽ പകുതി മുക്കാൽ പ്രൊഡക്ട്സും എനിക്ക് യൂസ്ഫുൾ അല്ലാത്ത, വർക്ക് ചെയ്യാണ്ടിരുന്ന കുറേ പ്രൊഡക്ട്സാണ്. പക്ഷെ എന്നാലും ഞാനിങ്ങനെ പ്രൊഡക്ട്സ് ഒക്കെ എടുത്ത് വെക്കും. ഒരു രസമല്ലേ, ആൾക്കാരിക്കും കുറേ പ്രൊഡക്ട്സ് ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഓരോ പ്രൊഡക്ട്സും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റിൽ തന്നെ പോൺസിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ. ഇതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് കുറേ അല്ല, ഇതിനെ പറ്റിയുള്ള 2-3 വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. കുറേ നല്ല പോസിറ്റീവ് റിവ്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മോയ്സ്ചറൈസറിനെ പറ്റിയിട്ടുള്ള റിവ്യൂ ചെയ്ത സമയത്ത് കുറേ പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂസ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ശ്രദ്ധിച്ച ചില കമൻറ്റ്സ് എന്ന് പറയുന്നത് ഇതിന് ചെറിയ രീതിയിൽ ഫ്രേഗ്രൻസ് ഉണ്ട്, ഫ്രേഗ്രൻസിലുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ കുറച്ച് കമൻറ്റ്സ് കണ്ടിട്ടുണ്ട്. ഇപ്പം എൻ്റെ കയ്യിൽ അത്യാവശ്യം 3-4 മോയ്സ്ചറൈസർ ഉണ്ട്. ഇത് ടോട്ടൻകിൻ്റെ മോയ്സ്ചറൈസർ ഭയങ്കര ഫേമസ് ആണല്ലോ. അപ്പോൾ ഈ മോയ്സ്ചറൈസറിലും ഒരു ഓറഞ്ചി കൈൻഡ് ഓഫ് സ്മെല്ലുണ്ട്. ദെൻ നെക്സ്റ്റ് ഇത് പിൽഗ്രിമിൻ്റെ മോയ്സ്ചറൈസർ. ഇതിനും അത്യാവശ്യം നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയ പ്രൊഡക്ട്സിലെല്ലാം സ്മെല്ലുണ്ട്. സ്മെല്ലുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പാടില്ല, ശരി തന്നെയാണ്. പക്ഷേ മാർക്കറ്റിൽ അവൈലബിൾ ആയ പ്രൊഡക്ട്സിനൊക്കെ സ്മെല്ലുണ്ട്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് മാത്രം ഈ പ്രൊഡക്റ്റ് റോങ് ആണെന്ന് ഞാൻ പറയുന്നില്ല. ഇത് അത്യാവശ്യം എനിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് ഞാനൊരു 8 out of 10 എന്തായാലും കൊടുക്കും. 8 മാർക്ക് കൊടുക്കാൻ കാരണം എന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഓയിലിറ്റി കോമ്പിനേഷൻ സ്കിന്നാണ്. എനിക്കിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓയിൽ കൈൻഡ് ഓഫ്
ലെയർ മുഖത്തിട്ട പോലും തോന്നൂല. ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. സെക്കൻഡ്, നമുക്കെന്തോ മുഖത്തിട്ടിനെന്നുള്ളൊരു ഫീല് പ്രത്യേകിച്ച് ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പിന്നെ വേ അബ്സോർവ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഒരു 8 out of 10 കൊടുക്കാനുള്ള റീസൺ. ഇനി എൻ്റെ കയ്യിലുള്ള അടുത്ത പ്രൊഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്തരാം. ഇതിനെപ്പറ്റിയുള്ള കുറേ നെഗറ്റീവ് റിവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിന് pH കൂടുതലാണ്. മെയിൻ ആയിട്ട് ഇതിന്റെ ബ്രാൻഡ് മാമാത്തിന്റെ ബ്രാൻഡിന്റെ ഒരു പ്രൊഡക്റ്റും എനിക്ക് വർക്ക് ആയിട്ടില്ല. പക്ഷേ ഈ സാധനം എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. നമ്മളിപ്പോ ഓയിലി കോമ്പിനേഷൻ സ്കിന്നുള്ള ആൾക്കാർക്കാണെങ്കിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ എങ്ങനെ ഫേസ് വാഷ് ചെയ്തതിനാലും ഒരു 3 to 5 minutes കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എൻ്റെ സ്കിന്നിന് ഓയിൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. പിന്നെ ഞാൻ എന്തിനാ ഫേസ് ഡ്രൈ ആക്കാത്ത പ്രൊഡക്റ്റിന്റെ ബാക്കിൽ പോകേണ്ട കാര്യം? ഞാൻ ഇതിനെന്തായാലും ഒരു 8 out of 10 എന്തായാലും കൊടുക്കും. 8 out of 10 കൊടുക്കാനുള്ള റീസൺ, ഒന്നാമത്തെ കാര്യം, പല ആൾക്കാരും ഫേസ് അധികം ഡ്രൈ ആക്കാത്ത ഫേസ് വാഷ് പ്രൊമോട്ട് ചെയ്ത് കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ അവരുടെ കൺസേൺ എന്ന് പറയുന്നത് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാലും മേ ബി അവർക്ക് ഡ്രൈ സ്കിൻ ആയിരിക്കാം. ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓയിൽ കൈൻഡ് ഓഫ് ലെയർ നമ്മൾ ഫേസിലുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും. ആ ടൈപ്പ് സാധനങ്ങളാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതെല്ലാം എന്നെ പോലെ ഓയിലി സ്കിന്നാണ്, കോമ്പിനേഷൻ സ്കിന്നാണ്. ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാർ സ്കിന്നായിട്ട് കിട്ടണം, ക്ലിയർ സ്കിന്നായിട്ട് കിട്ടണം, കുറച്ച് ബ്രൈറ്റ്നെസ് കിട്ടണം. അതൊക്കെയാണ് നിങ്ങളുടെ കൺസേൺ എങ്കിൽ ഡെഫിനറ്റ്ലി ഈ പ്രൊഡക്റ്റ്, ഇതുപോലത്തെ പ്രൊഡക്റ്റ് എന്തായാലും വാങ്ങിച്ച് യൂസ് ചെയ്യുക. എൻ്റെ കൺസേൺ ഇതാണ്, എനിക്കിത് വർക്കാണ്, എൻ്റെ സ്കിൻ ടൈപ്പിന് ഇത് പെർഫെക്റ്റാണ്. പക്ഷെ ഒരു ഡ്രൈ സ്കിന്നിന് ഇത് ഒരിക്കലും വർക്കാവില്ല. കാരണം അവർക്ക് ഫേസ് അധികം ഡ്രൈ ആക്കാത്ത ഫേസ് വാഷ് ആണല്ലോ ആവശ്യം. പിന്നെ മെയിനായിട്ട് എടുത്ത് പറയാൻ കാരണം ഓയിലി സ്കിന്നാണ്. എൻ്റെ അതേ കൺസേൺ ആണ്. ഇതുപോലെ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് മൊത്തം ക്ലിയർ ആയി കുറച്ച് ബ്രൈറ്റ്നെസ് ഒക്കെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ 2 ഫേസ് വാഷ് വെച്ചിട്ടും ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. ഈ ഫേസ് വാഷ് നല്ല ഫേസ് വാഷ് തന്നെയാണ്, ബട്ട് ഇതെന്താ പറയുക, ഡ്രൈ സ്കിന്നിനാണ് കൂടുതൽ വർക്ക് ആവാൻ. നെക്സ്റ്റ് എൻ്റെ കയ്യിലുള്ള പ്രൊഡക്റ്റ് ഫേസ് വാഷ് തന്നെയാണ്. ഇത് ഡോട്ട് ആൻഡ് കീൻ്റെ. ഇതിനെ പറ്റിയിട്ട് ഞാൻ മുന്നേ ചെറിയൊരു ഷോർട്ട് വീഡിയോയിലെങ്ങാനും ഒരു 10 സെക്കൻഡ് എങ്ങാനും ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. ഈ സാധനം ഞാൻ പറഞ്ഞല്ലോ ഇതുപോലത്തെ ഡ്രൈ സ്കിന്നിനൊക്കെ ആണെങ്കിൽ വർക്ക് ചെയ്യും. എനിക്കും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ക്ലൈമറ്റിലല്ല, കുറച്ച് നാളുകൾക്ക് മുമ്പ് മഴയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ ടൈമിൽ നമ്മളധികം സ്വെറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ആ ടൈമിൽ ഈ സാധനം വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം കുറേ ആയിട്ട് ഞാൻ ഇത് യൂസ് ചെയ്യില്ല, കാരണം എനിക്ക് ഈ ക്ലൈമറ്റിൽ ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഒരു വിൻ്റർ സീസണൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. സോ ഡെഫിനറ്റ്ലി ഞാൻ ഈ സാധനം യൂസ് ചെയ്യും. അപ്പോൾ ഈ സാധനത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 5 out of 10. കാരണം ഇപ്പോഴത്തെ എൻ്റെ കണ്ടീഷനിൽ ഈ സാധനം വർക്ക് ചെയ്യില്ല. സോ നെക്സ്റ്റ് എൻ്റെ കയ്യിലുള്ള സാധനം അഗെയിൻ ഒരു ഫേസ് വാഷ് ആണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ, പല ആൾക്കാരെ വീഡിയോസിലും കണ്ടിട്ടുണ്ടാവല്ലോ. ഡെർമാക്കോൻ്റെ 1% സാലിസിലിക് ആസിഡ് ജെൽ ഫേസ് വാഷ്. ഇതിനെ പറ്റിയിട്ട് നിങ്ങളെ പോലെ തന്നെ കുറേ റിവ്യൂ കണ്ടിട്ട് ഫേസിലെ ആക്നേസിനെ ട്രീറ്റ് ചെയ്യുന്ന വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചൊരു പ്രൊഡക്റ്റ് ആണ്. ഇതിനെ പറ്റിയിട്ട് കൂടുതൽ എനിക്കൊന്നും പറയാനില്ല, കാരണം എനിക്ക് വർക്ക് ചെയ്തിട്ടില്ല. ഇതിനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? എൻ്റെ സിസ്റ്ററും ഇത് യൂസ് ചെയ്തിട്ടുണ്ട്, കൊള്ളില്ല. ഒരു 10-ൽ എത്ര കൊടുക്കും? ഒന്നും കൊടുക്കില്ല. അതാണ് ഓളെ കമൻറ്റ്. ഫ്ലോപ്പ്. ഇതിന് എത്ര മാർക്ക് കൊടുക്കും? ഒന്നുമില്ല. അപ്പോൾ ഇതിന് 0 out of 10. കാരണം ഒരു മാർക്കും കൊടുക്കാനില്ല. കുറേ വീഡിയോസ് കണ്ടിട്ട് വാങ്ങിച്ചതാണ്. മെയിനായിട്ട് പറയുന്നത് നമ്മൾ ആക്നേസിനെ ട്രീറ്റ് ചെയ്യുന്നതാണ്. ആക്നേസിനെ ട്രീറ്റ് ചെയ്തിനോ? ഇല്ല. ഫേസ് വാഷ് എങ്ങനെ വർക്ക് ചെയ്തിനോ? നല്ലോണം ഒരു ഫോമിങ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒരു ഉപകാരമില്ല. സോ ഡെഫിനറ്റ്ലി 0 out of 10. അപ്പോൾ നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് 30% AHA 2% BHA ഫേസ് പീലിംഗ് സൊല്യൂഷൻ. ഇത് സ്കിൻ കെയർ ഒന്നല്ല, അങ്ങനെയല്ല, ഒരു സെറവും കാര്യങ്ങളൊന്നുമല്ല. ഇതൊരു പീലിംഗ് സൊല്യൂഷൻ ആണ്. അതായത് സ്കിൻ എക്സ്ഫോലിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യം അറിയായിരിക്കുമല്ലോ, ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ ഇത് കുറേ റിവ്യൂ കണ്ടിട്ട് വാങ്ങിച്ചാണ്. വാങ്ങിക്കണം എന്ന് ആഗ്രഹം വെച്ച് വാങ്ങിച്ചാണ്. നല്ല റേറ്റ് ഉണ്ട്, അത്യാവശ്യം 700 എങ്ങാനും ഉണ്ട് ഇതിന്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതിനെപ്പറ്റി കുറേ റിവ്യൂസിൽ പറഞ്ഞത് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓയിൽ പ്രൊഡക്ഷൻ കുറച്ച് കുറയുന്നതായിട്ട് തോന്നും. ചെറിയൊരു ബേണിംഗ് സെൻസേഷൻ ഉണ്ടാവും, ചെറിയൊരു ഇച്ചിങ് ഉണ്ടാവും, ഇറിറ്റേഷൻ ഉണ്ടാവും. 10 മിനിറ്റ് മാത്രമേ ഇത് ഫേസിൽ വെക്കാൻ പാടുള്ളൂ, അത് വേറെ കാര്യം. അപ്പൊ അങ്ങനെ കുറെ റിവ്യൂ ആണ് ഞാൻ ഇതിനെപ്പറ്റി കണ്ടത്. ഞാനിത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് നേരെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ആയിരുന്നു. എനിക്ക് ബേണിംഗ് സെൻസേഷൻ ഉണ്ടായിട്ടില്ല, ഇച്ചിങ് ഉണ്ടായിട്ടില്ല, ചെറിയൊരു ഇറിറ്റേഷൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആദ്യത്തെ ഒരു 2 വീക്സ് അതായിരുന്നു അവസ്ഥ. പക്ഷെ 3ാമത്തെ പ്രാവശ്യം ഇത് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ചെറിയൊരു ബേണിംഗ് സെൻസേഷൻ ഉണ്ടായിരുന്നു. ഞാൻ കാര്യമാക്കിയിട്ടില്ല. ഫേസ് ഒക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ്ലി ഫുൾ റെഡ്നെസ് ഫേസിൽ. ഞാൻ ശരിക്കും പോയി എൻ്റെ ഫേസ് ബേൺ ആയി പോയില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് ഞാനിതിന്റെ യൂസ് നിർത്തി വെച്ചത്. കാരണം അത്തരത്തിൽ എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. പക്ഷെ രാവിലെ ആകുമ്പോഴത്തേക്ക് ആ റെഡ്നെസ് ഒക്കെ പോയിട്ടുണ്ട്. എന്നാലും ഞാൻ നല്ലോണം പേടിച്ചു പോയി. അതുകൊണ്ട് തൽക്കാലം ഞാൻ ഇതിന്റെ യൂസ് നിർത്തിയത്. ഇനി ഇത് കൈകൊണ്ട് തൊടൂലെന്ന് ഉറപ്പിച്ചതാ. പക്ഷെ സ്വാഭാവികമായിട്ടും പൈസയും കൊടുത്ത് വാങ്ങിച്ചതാണല്ലോ, ട്രൈ ചെയ്യണമല്ലോ. അതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് വീണ്ടും. പക്ഷേ കാര്യമായിട്ടുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും ഇത് കുറച്ചും കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ പറയാം. പിൽഗ്രിമിൻ്റെ ഒരു സെറ ഉണ്ട്, അതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഫ്ലോപ്പ. പിന്നെ പിൽഗ്രിമിൻ്റെ മോയ്സ്ചറൈസർ. പിൽഗ്രിമിൻ്റെ കുറേ പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. 2-3 സെറം യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ഡ്രൈ സ്കിന്നിനൊക്കെ പെർഫെക്റ്റ് ഓപ്ഷൻ ആയിരിക്കും. ഇതെന്താ പറയുക, എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം ഇതിൻ്റെ ഒരു ടെക്സ്ചറാണ്. ഇറ്റ്സ് സൂപ്പർ. ഒരു കൈൻഡ് ഓഫ് ബട്ടർ ഫെദർ ലൈക്ക് ടെക്സ്ചറാണ്. ഇത് ഡ്രൈ സ്കിന്നിന് എന്തായാലും നല്ലോണം യൂസ്ഫുൾ ആവും.
യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു കൈൻഡ് ഓഫ് ബ്ലറി എഫക്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒക്കേഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ തലേ ദിവസം ഇത് യൂസ് ചെയ്യാൻ. പിന്നെ ഈ സാധനം ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിട്ട് യൂസ് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. അതിപ്പോൾ ഒരു സെറം ഇട്ട് അതിൻ്റെ മുകളിൽ ഇടുക അങ്ങനെയൊന്നും പറ്റില്ല. അങ്ങനെ ഒരിക്കൽ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ചെറിയ ബ്രേക്ക് ഔട്ട്സ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ ടെക്സ്ചറാണ് അടിപൊളി ടെക്സ്ചർ. അതുകൊണ്ട് ഈ പ്രൊഡക്റ്റ് എനിക്ക് ഇഷ്ടമാണ്. ഡെയിലി ഒന്നും യൂസ് ചെയ്യാൻ ചെയ്യില്ല, പുറത്ത് പോകുമ്പോൾ എന്തായാലും യൂസ് ചെയ്യാൻ പോകുന്നില്ല. നൈറ്റൊക്കെ സ്കിൻ കെയറിന് ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. നല്ല സാധനം ഇത്. ഡ്രൈ സ്കിന്നൊക്കെയാണ് നിങ്ങൾക്കെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ അഗെയിൻ മോയ്സ്ചറൈസർ ആണ്, ഡോട്ട് ആൻഡ് ഗെയിൻ്റെ മോയ്സ്ചറൈസർ. ഞാൻ അധിക വീഡിയോസിലും കാണാറുണ്ടല്ലോ. പിന്നെ ഇത് നൈറ്റൊന്നും യൂസ് ചെയ്യാറൊന്നുമില്ല, പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാറ്. അത്യാവശ്യം ഹൈഡ്രേഷൻസ് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് യൂസ് ചെയ്തിട്ട് വലിയ മാറ്റങ്ങളൊന്നും ഇല്ല. പുറത്തേക്ക് പോകുമ്പോൾ അത്യാവശ്യം നല്ല ഹൈഡ്രേഷൻ ഉള്ളൊരു മോയ്സ്ചറൈസർ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാം. അല്ലാണ്ട് സ്കിൻ കെയറിൽ നൈറ്റ് കെയറിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് യൂസ് ചെയ്തിട്ട് ബ്രേക്ക് ഔട്ട്സും കാര്യങ്ങളൊന്നും വരുന്നുമില്ല. ഡെർമാക്ക് വേണ്ടത്. ഈ സാധനത്തിനെ പറ്റിയിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുക, ആക്നേസിനെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ആക്നേസിനെ ട്രീറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഇന്നിട്ട് നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് ക്ലിയർ സ്കിൻ കിട്ടും അങ്ങനെയൊന്നല്ല കേട്ടോ. നിങ്ങൾക്ക് ഉണ്ടോയെന്ന് അറിയില്ല, എനിക്ക് ഷേവ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് 3 days കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് അങ്ങനെ ചെറിയ ചെറിയ ടൈനി പിമ്പിൾസ് ഉണ്ടാവും. അതിനൊക്കെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ എവിടെ പോവുകയാണെങ്കിലും ഈ സാധനം ഞാൻ എന്തായാലും ബാഗിലിട്ട് കൊണ്ടും. എനിക്കിപ്പോൾ സ്ഥലമൊക്കെ മാറി നിൽക്കുമ്പോൾ പിമ്പിൾ ബ്രേക്ക് ഔട്ട്സ് വരുന്ന സാധ്യത കൂടുതലാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഈ സാധനം എൻ്റെ ബാഗിൽ കീപ്പ് ചെയ്യും. നല്ല പ്രൊഡക്റ്റാണ് ഇത്. കൈന് ഏകദേശം ഇതിലിനി ഒന്നുമില്ല, ഈ ട്യൂബ് കാലിയാണ്. ഞാൻ അത്രയും യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഏതെങ്കിലും പ്രൊഡക്റ്റിൽ ഞാൻ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പ്രൊഡക്റ്റിലായിരിക്കും. ഇതിൽ മാമഅർത്തിൻ്റെ സെക്കൻഡ് ട്യൂബാണ്, പോൺസിൻ്റെ ഫേസ് വാഷ്, മോയ്സ്ചറൈസർ. ഇതിൽ 3ലാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഇതിനെന്തായാലും ഒരു 7 out of 10 ഞാൻ എന്തായാലും കൊടുക്കും. 7 കുറച്ച് കുറഞ്ഞു പോയി എന്നാലും കുഴപ്പമില്ല. 7 മാർക്സ് കൊടുക്കാൻ കാരണം ആക്നേസിന് ഒരു 50% ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ടൈനി പിമ്പിൾസ് ആണെങ്കിൽ ഒരു 80% ട്രീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ യൂസ് ചെയ്തിട്ട് ഇതുവരെ എനിക്കൊരു സൈഡ് എഫക്റ്റും വന്നിട്ടുമില്ല. അപ്പോൾ ആക്നേസിന് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെറം നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല പക്ഷെ ട്രൈ ചെയ്യണമെന്നാണെങ്കിൽ സ്മിറ്റൻ വാങ്ങിച്ചു നോക്കുക. ഇതും ഞാൻ സ്മിറ്റൻ വാങ്ങിച്ചതാണ്. ഇതും എനിക്ക് വർക്ക് ചെയ്തു. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ വലിയ ബോട്ടിൽ വാങ്ങിക്കും. ഇത് കുഴപ്പമില്ല, പക്ഷെ വലിയ ബോട്ടിൽ നല്ല പൈസ ഉണ്ടാവും. അതുകൊണ്ട് എന്തായാലും ഇത് വലിയ ബോട്ടിലൊന്നും വാങ്ങിക്കാൻ പോകുന്നില്ല. നെക്സ്റ്റ് എൻ്റെ കയ്യിലുള്ളത് ഇപ്പം തന്നെ വീഡിയോ കുറേ ലെങ്തി ആയി. ഇത് മെലാലമിൻ്റെ ലിപ് ബാം. ഇതിനെപ്പറ്റി കുറേ ആൾക്കാർ ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഇതിൻ്റെ റിവ്യൂ ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ റിവ്യൂ ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ചെയ്യാം. ഒരു ലിപ് ബാം എന്നുള്ള രീതിയിലാണെങ്കിൽ ഞാൻ ഇതിനൊരു 5 out of 10 കൊടുക്കും. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഒരു ലോങ് വീഡിയോ നമുക്ക് പിന്നെ ചെയ്യാം. എന്തായാലും ഒരു നൈറ്റ് ലിപ് ബാം എന്നുള്ള രീതിയിൽ ഒരു ഓക്കെ പ്രൊഡക്റ്റാണ്. പ്ലമ്മിൻ്റെ ടോണറല്ല, ഫേസ് മിസ്റ്റ്. ഇതിനെ പറ്റിയിട്ട് കുറേ റിവ്യൂ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ കണ്ണൂർ പഠിക്കുന്ന ടൈമിൽ ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ കണ്ണൂർ പഠിക്കുന്ന ടൈമിൽ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ നല്ലോണം ഡള്ളായി മുഖമെല്ലാം ഒരുമാതിരിയായിട്ട് കയറി വരാൻ. അപ്പോൾ ഇത് യൂസ് ചെയ്തതിനാൽ ചെറിയൊരു ഹൈഡ്രേഷനും ഫ്രഷ്നെസ്സും ഒക്കെ കിട്ടുമെന്നാണ് ഇതിൻ്റെ വീഡിയോസിൽ കണ്ടത്. അങ്ങനെ വാങ്ങിച്ചാണ്. ഈ പറഞ്ഞൊന്നും നടക്കാൻ പോകുന്നില്ല. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് കുറച്ചും കൂടി സ്റ്റിക്കി ആയിട്ട് തോന്നും. അല്ലാണ്ട് വേറെ ഒരു ഉപകാരം ഇതിനെ കൊണ്ടില്ല. അപ്പോൾ ഇതിന് നല്ല റേറ്റും ഉണ്ട്. പിന്നെ ഞാൻ വാങ്ങിച്ച് ഇത്ര വരെ ബാക്കിയുണ്ടായിരുന്നു. ഞാൻ പിന്നെ യൂസ് ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ അത് കളഞ്ഞിപ്പം കൊറിയൻസിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഈ ഫേസിൽ ഇങ്ങനെ സ്പ്രേ ചെയ്യുന്ന കുറേ ടിപ്പുണ്ടല്ലോ, ഹോം മെയ്ഡ് ടോണർ, അതൊക്കെ നിറച്ച് വെച്ചത്. അതൊക്കെ നിറക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചത്. ഒരു യൂസും ഇല്ല. ഇത് ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെക്കൊണ്ട് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടായില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ ഞാൻ അത്യാവശ്യം യൂസ് ചെയ്ത പ്രൊഡക്റ്റ് ഇതൊക്കെയാണ്. ഇതിൽ കൂടുതൽ പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു, ഒക്കെ ഞാൻ കളഞ്ഞു. പ്ലമ്മിൻ്റെ ടോണർ യൂസ് ചെയ്തിട്ടുണ്ട്, പ്ലമ്മിൻ്റെ ഫേസ് സിറം യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല റേറ്റുള്ള സാധനമാണ്. വിറ്റമിൻ സി ആ യൂസ് ചെയ്തത്. കുറേ റിവ്യൂ ആയിട്ട് വാങ്ങിച്ചതാണ്. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല, പ്രത്യേകിച്ച് മാറ്റങ്ങളും ഇല്ല. ഒരു പാരലൽ ആയിട്ട് നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ്. സിറം ഇതെനിക്ക് മറന്നുപോയി. പ്ലമ്മിൻ്റെ സിറം, നയാസിറമൈഡ്. കുറേ റിവ്യൂ ആയിട്ട് വാങ്ങിച്ചതാണ്. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഇതിന്. പ്ലമ്മിൻ്റെ എല്ലാ പ്രൊഡക്റ്റും ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലോ. ഭയങ്കര എക്സ്പെൻസീവ് അല്ല, കുറച്ച് എക്സ്പെൻസീവ് ആണല്ലോ. ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഇത് യൂസ് ചെയ്തപ്പോൾ ചെറിയ ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. ഇത് യൂസ് ചെയ്തുകൊണ്ട് വന്ന ബ്രേക്ക് ഔട്ട്സ് ആണോ എന്ന് എനിക്കറിയില്ല. ആ ടൈമിൽ ഞാൻ 2 പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ഫേസിൽ. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെതായിട്ടായിരിക്കാം, അല്ലെങ്കിൽ PCOD-ൻ്റെതായിരിക്കാം. റിസ്ക് എടുക്കേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ മാറ്റി വെച്ചതാണ്. എന്തായാലും നല്ല പ്രൊഡക്റ്റാന്ന് തോന്നുന്നു. എന്തായാലും യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ലോങ് വീഡിയോ പറയാം. ഇതൊക്കെയാണ് എൻ്റെ കയ്യിൽ കറൻ്റ്ലി ഉള്ള സ്കിൻ കെയർ പ്രൊഡക്ട്സ്. അപ്പോൾ ഞാൻ എൻ്റെ പ്രൊഡക്ട്സിനെ പറ്റി നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തല്ലോ. എൻ്റെ കയ്യിലുള്ള പ്രൊഡക്ട്സ് നല്ലതിനെ പറ്റിയിട്ടും പറഞ്ഞിട്ടുണ്ട്, മോശം പ്രൊഡക്ട്സിനെ പറ്റിയിട്ടും പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ പ്രൊഡക്ട്സ് വെച്ചിട്ട് എൻ്റെ സ്കിൻ കെയർ എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫസ്റ്റിൽ തന്നെ ഫേസ് വാഷ്. നിങ്ങൾ എങ്ങനെയായാലും ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് ഒരു 60 to 1 minutes എന്തായാലും ഫേസ് വാഷ് ചെയ്യാൻ ശ്രദ്ധിക്കാം, പ്രത്യേകിച്ച് നൈറ്റിൽ. കാരണം ത്രൂ ഔട്ട് ഡേ പൊല്യൂഷൻ, ഡേർട്ട്, മേക്കപ്പ് ഈ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യുന്നത് നൈറ്റിലുള്ള ഫേസ് വാഷിലാണ്. സോ എങ്ങനെ പോയാലും ഒരു 60 to 1 minutes എന്തായാലും ഫേസ് വാഷ് ചെയ്യാൻ നോക്കാം.
ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് ഞാൻ കുറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ സാധനം ഡെർമാക്കോന്റെ 2% സാലിസിലിക് ആസിഡ് ഫേസ് സിറം. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫേസിൽ ഒരു 3 to 4 drops അത്രേ യൂസ് ചെയ്യുള്ളൂ. അത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫേസിൽ നല്ലോണം ടാപ്പ് ചെയ്യുക. ഒരു 2 minutes or 3 minutes ഡ്രൈ ചെയ്യാൻ വെക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോൺസിന്റെ മോയ്സ്ചറൈസർ ഇത് യൂസ് ചെയ്യുക, ടോപ്പപ്പ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ കാര്യം. ഇതിൽ നിർത്തും. ചില ആൾക്കാർ നമ്മളിപ്പോൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കും. അപ്പോൾ കാണുന്ന വീഡിയോസിൽ കുറേ ASMR വീഡിയോസ് കാണും, കുറേ പ്രൊമോഷൻ ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് കാണും, ചില ജെനുവിൻ വീഡിയോസും കാണും. അപ്പോൾ അതിലൊക്കെ ആദ്യം ക്ലെൻസ് ചെയ്യുക, ഡബിൾ ക്ലെൻസ് ചെയ്യുക. ഡബിൾ ക്ലെൻസ് എന്തായാലും നല്ലതാണ്. ക്ലെൻസ് ചെയ്യുക, ഡബിൾ ക്ലെൻസ് ചെയ്യുക, ഫേസിൽ ടോണർ അപ്ലൈ ചെയ്യുക, അതിൻ്റെ മുകളിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക, സെറം അപ്ലൈ ചെയ്യുക, ഐ ക്രീം അപ്ലൈ ചെയ്യുക, അങ്ങനെ കുറേ പോകും. ഇതിനൊന്നും ആവശ്യമില്ല. ഇതൊക്കെ കണ്ടിട്ട് ഈ ASMR വീഡിയോസെല്ലാം കണ്ടിട്ട് നല്ല രസമാണല്ലോ. ഫേസ് വാഷ്, ക്ലെൻസർ, അതിന് മുകളിൽ സെറം, അതിൻ്റെ മുകളിൽ നമ്മൾ ഈ മോയ്സ്ചറൈസർ, ഇതൊക്കെ ഇങ്ങനെ ടോപ്പ് ചെയ്യുന്ന ഒരു രസമാണല്ലോ. ഇതൊക്കെ കണ്ടിട്ട് ഞാനും ഇതൊക്കെ വലിയ സംഭവം വെച്ചിട്ട് വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു മാറ്റം എനിക്ക് വന്നിട്ടില്ല. ഈ വീഡിയോസിലൊക്കെ പറയുന്നത് നിങ്ങളുടെ സ്കിന്നിന് ഏത് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമാണോ ഉള്ളത് അത് മാത്രം യൂസ് ചെയ്യാൻ നോക്കുക. പാക്നീസ് ആണെങ്കിൽ അതിൻ്റെ സിറം മാത്രം യൂസ് ചെയ്യുക. ഈ ഡാർക്ക് സ്പോട്ട്സ് ആണെങ്കിൽ അതിൻ്റെത് മാത്രം യൂസ് ചെയ്യുക. ഇനി ഡൾനെസ് ആണെങ്കിൽ വിറ്റമിൻ C ആ ടൈപ്പിലുള്ള സിറം മാത്രം യൂസ് ചെയ്യുക. എല്ലാം കൂടി ഒരുമിച്ച് യൂസ് ചെയ്യാണ്ട് നോക്കുക. ഇങ്ങനത്തെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് കുറേ പ്രൊഡക്റ്റ് വാരി യൂസ് ചെയ്യാണ്ടിരിക്കാൻ നോക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സ്കിൻ കെയർ നൈറ്റിൽ. ഇത് മനസ്സിലായിട്ടുണ്ടാവല്ലോ. പോയാലും പോലും ഒരു 1000 below അത്രേ ബഡ്ജറ്റ് വരുന്നുള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾക്ക് വാങ്ങിക്കണം എന്ന് ആഗ്രഹമുണ്ട്, കയ്യിൽ പൈസ ഇല്ലാന്നാണെങ്കിൽ ജസ്റ്റ് സ്മിത്ത് ആൻഡ് ട്രൈ ചെയ്ത് നോക്കാം. ഈ മോയ്സ്ചറൈസറിൻ്റെ ഇല്ല, ബാക്കി എല്ലാ സാധനത്തിൻ്റെയും ട്രയൽസ് സ്മിറ്റനിൽ അവൈലബിൾ ആണ്. ആകെ 300 എങ്ങനെ വരുന്നുള്ളൂ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ലതാണെന്ന് തോന്നുവാണെങ്കിൽ അറിയിക്കാം. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ ടിപ്പ് അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞല്ലോ, ഒരുപാട് വീഡിയോസ് കണ്ടിട്ട് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു പ്ലമ്മിൻ്റെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ ഇതിൽ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ത്രൈസ് വീക്ക് എങ്ങാനും ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ചില പ്രൊഡക്ട്സ് ത്രൂ ഔട്ട് ഒരു വീക്ക് യൂസ് ചെയ്യാനും പറ്റും. ഇത് മാറ്റിയിട്ട് ഇപ്പോൾ സൺഡേ മുഖം സ്ക്രബ് ചെയ്ത്, കാരണം മൺഡേ വർക്കിനൊക്കെ പോകുന്ന ആൾക്കാരായിരിക്കുമല്ലോ, വർക്ക് കോളേജ് അങ്ങനെ പോകുന്ന ആൾക്കാരായിരിക്കുമല്ലോ, സൺഡേ ഫേസ് നല്ലോണം സ്ക്രബ് ചെയ്യുക. നിങ്ങളുടെ കയ്യിലുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയുണ്ടോ, ഫേസ് സെറം ആയിക്കോട്ടെ, മോയ്സ്ചറൈസർ ആയിക്കോട്ടെ, ടോണർ ആയിക്കോട്ടെ, അതൊക്കെ അപ്ലൈ ചെയ്യുക, കിടക്കുക. പിറ്റേ ദിവസം ഈ ഹോം റെമഡി ബേസ്ഡ് ആയിട്ടുള്ള ഫേസ് പാക്ക് ഉണ്ടാവല്ലോ, അത് യൂസ് ചെയ്യുക. ഒരു 15 minutes ഫേസിൽ വെക്കുക. അത് കഴിഞ്ഞാൽ വാഷ് ചെയ്യുക. ദെൻ ഒരു മോയ്സ്ചറൈസർ മാത്രം യൂസ് ചെയ്തിട്ട് കിടക്കാം. ഇനി അടുത്ത ദിവസം ഇതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്തെ ദിവസം വേറൊരു ഫേസ് പാക്ക് യൂസ് ചെയ്യുക. ഇങ്ങനെ ഓരോ ദിവസവും നമ്മുടെ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ ഒരു മെത്തേഡും ആ ഒരു ക്വാണ്ടിറ്റി ബേസിലും ഒക്കെ ഒരു മാറ്റങ്ങൾ വരുത്താൻ ശ്രദ്ധിക്കാം. ഇത് ഞാൻ ഒരു 2 years ആയിട്ട് ഫോളോ അപ്പ് ചെയ്തിരുന്നൊരു മെത്തേഡാണ്. ഈ റീസെൻ്റ് ആയിട്ട് ചെയ്ത ഒരു കൊറിയൻകാർ ഒരു വീഡിയോയിൽ ഞാൻ ഈ സെയിം മെത്തേഡ് അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്കും റെക്കമെൻഡ് ചെയ്യാൻ തോന്നും. സിംപ്ലി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു വീക്ക് ത്രൂ ഔട്ട് ഈ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഫേസിലിട്ട് ഫേസിനെ ബ്രീത്ത് ചെയ്യാനുള്ള ടൈം കൊടുക്കാണ്ട് സ്കിന്നിന് പ്രിപ്പയർ ആവാനുള്ളൊരു ടൈമും കൊടുക്കുക. ഫേസ് പാക്ക് യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് അറിയാനുള്ള ടൈമും കൊടുക്കുക. അത് എല്ലാവർക്കും വർക്ക് ആണെന്നില്ല. ഇതുപോലെ വലിയ കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ സ്കിന്നിനാണെങ്കിൽ പുറമേ നിന്നുള്ളൊരു എഫേർട്ടും കൂടി നിങ്ങളുടെ സ്കിൻ കെയറിൽ ആഡ് ചെയ്യാം. പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഒരു ദിവസം നിങ്ങൾ ഫേസ് സെറം, മോയ്സ്ചറൈസർ, ഐ ക്രീം അതൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ പിറ്റേ ദിവസം ഈ ഹോം മെയ്ഡ് റെമഡീസ് യൂസ് ചെയ്തിട്ട് മോയ്സ്ചറൈസർ മാത്രം ടോപ്പപ്പ് ചെയ്തിട്ട് കിടക്കാം. ആൻഡ് ഇനി എനിക്കൊരു കാര്യം പറയാനുണ്ട്. മെയിനായിട്ട് പറയാനുള്ള കാര്യം, ഞാൻ ഇത്രയും നാളൊരു സ്കിൻ കെയർ വീഡിയോസ് ചെയ്യാണ്ട് ഇപ്പോൾ ഒരു സ്കിൻ കെയർ വീഡിയോസ് ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്, ഇത്രയും നാൾ എനിക്ക് സ്കിന്നിൽ ഇവിടെ ഫേസിൽ പിമ്പിൾസ് വന്ന് അടുത്തടുത്തായിട്ട് വരും. മെയിനായിട്ട് ഫോർഹെഡിലാണ് വരാൻ. അപ്പോൾ ഫോട്ടോസിലൊക്കെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും, ഭയങ്കര ഇറിറ്റേഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള ടൈമിൽ കഷ്ടപ്പെട്ട എഫേർട്ട് ഇടും, ഹോം റെമഡി യൂസ് ചെയ്യും, ക്രീം യൂസ് ചെയ്യും, പ്രൊഡക്ട്സ് യൂസ് ചെയ്യും, ഒക്കെ യൂസ് ചെയ്തിട്ട് അതൊന്ന് ഒതുങ്ങും, ഒന്ന് ക്ലിയർ ആയിട്ട് വരും. വിചാരിക്കും കഴിഞ്ഞ് ഇനി എന്തായാലും അപ്പുറത്തപ്പുറത്തായിട്ട് പിമ്പിൾസ് വരില്ല എന്ന് വിചാരിക്കും. പക്ഷെ 3 days കഴിഞ്ഞാൽ വീണ്ടും വരും. ഇതാണ് എൻ്റെ ഒരു പാറ്റേൺ. ഡെഫിനറ്റ്ലി അങ്ങനെ ചെറിയ മാറ്റങ്ങൾ വന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇതുപോലത്തെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് സ്കിന്നെ കെയർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ചെറിയ രീതിയിൽ പിമ്പിൾസ് മാറുന്നുണ്ട്. പക്ഷേ ഡേയ്സ് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും വരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ സ്കിന്ന് കുറച്ച് സ്റ്റേബിളാണ്. ഇപ്പോൾ പിമ്പിൾസ് വരുന്നത് കുറവാണ്. ഒരു പിമ്പിൾ എങ്ങാനും വന്ന് അല്ലാണ്ട് കുറേ പിമ്പിൾസ് വരാം അങ്ങനത്തെ രീതിയിലൊന്നുമില്ല. PCODൻ്റെ പ്രശ്നം എനിക്ക് ഇപ്പോഴും ഉണ്ട്, എന്നാലും ആ ഒരു പ്രശ്നമില്ല. അതിന് മെയിനായിട്ട് ഹെൽപ്പ് ചെയ്തത് വർക്കൗട്ട്സ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് PCODൻ്റെ പ്രശ്നമുണ്ട്, നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്താൽ ആദ്യം പറയാൻ പോകുന്നത് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക, ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുക, പച്ചക്കറി കൺസ്യൂം ചെയ്യുക, ഫ്രൂട്ട്സ് കൺസ്യൂം ചെയ്യുക, ഇതൊക്കെയാണ് പറയാൻ പോകുന്നത്. അതുകൊണ്ട് കുറേ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് മാറ്റില്ല എന്നാണെങ്കിൽ ഈ പറഞ്ഞ വർക്കൗട്ട്, ഡയറ്റ്, ഷുഗർ ഡയറ്റ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്
ഇതൊക്കെ ബോഡിയിൽ ഇൻടേക്ക് ആയിട്ടും കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇതല്ലാണ്ട് ഈ പ്രോഡക്റ്റ് മാത്രം യൂസ് ചെയ്താൽ ഒരു മാറ്റം ഉണ്ടാവില്ല. കുറേ നാൾ ഹോം വർക്കൗട്ട്സ് ഉണ്ടായിരുന്നു. ആ ടൈമിൽ ഒരു ദിവസം വർക്കൗട്ട് ചെയ്താൽ പിറ്റേ ദിവസം വർക്കൗട്ട് ചെയ്യില്ല. ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് വർക്കൗട്ട് ചെയ്താൽ ചെറിയൊരു മാറ്റമൊക്കെ കാണാറുണ്ട്. പക്ഷേ ഇപ്പോൾ ജിമ്മ് സ്റ്റാർട്ട് ചെയ്തവരാണ് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ തുടങ്ങിയത്, സ്കിന്നിലും മാറ്റം വരാൻ തുടങ്ങിയത്. അതുകൊണ്ട് എന്നെപ്പോലെ കുറേ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് മാറ്റങ്ങളൊന്നും ഇല്ല എന്നാണെങ്കിൽ പറഞ്ഞ കാര്യം കൂടി നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കാം. അതും കൂടി ഇൻക്ലൂഡ് ചെയ്താൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ചേഞ്ചസ് ഉണ്ടാവും. എനിക്ക് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. എക്സ്പെഷ്യലി PCOD പ്രശ്നം എനിക്ക് ഇപ്പോഴും ഉണ്ട്. എന്നാലും മാഗ്നീസിൻ്റെ കാര്യത്തിൽ കുറേ കാമായിട്ടുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഡയറ്റ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ കഷ്ടപ്പെട്ടെടുക്കുന്ന ഡയറ്റൊന്നുമല്ല. ഷുഗർ കുറച്ച് കുറയ്ക്കുക, ഓയിൽ കുറച്ച് കുറയ്ക്കുക, പച്ചക്കറി ആഡ് ചെയ്യുക, ഫ്രൂട്ട്സ് ആഡ് ചെയ്യുക. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഡയറ്റ്. വീഡിയോൻ്റെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എൻ്റെ ഒരു റുട്ടീൻ എന്ന് പറയുന്നത് ഒരു ദിവസം ഞാൻ ഈ സെറവും ഫേസ് മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ പിറ്റേ ദിവസം ഞാൻ എന്തെങ്കിലും ഒരു ഹോം റെമഡി യൂസ് ചെയ്യും, മോയ്സ്ചറൈസർ മാത്രം ഇടും. അതിൻ്റെ അപ്പുറത്തെ ദിവസം ഒന്നും സ്കിന്നിലിടില്ല. ഫേസ് വാഷ് ചെയ്യും, അതുപോലെ കിടക്കും, ഒരു പ്രൊഡക്റ്റും യൂസ് ചെയ്യില്ല. അപ്പം നമ്മൾ സ്കിന്നിന് ബ്രീത്ത് ചെയ്യാനുള്ള ഒരു ടൈമും കൂടി നമ്മളവിടെ കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് കൺസിഡർ ചെയ്യുക. സ്കിന്നിൽ കുറേ പ്രൊഡക്റ്റ് ഇട്ട് ലെയർ ഓൺ ചെയ്ത് കൂടുതൽ ടെൻഷൻ പ്രഷറൈസ് ചെയ്യാണ്ട് ഇതുപോലെ ഒന്ന് കാമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. ഡയറ്റ് ട്രൈ ചെയ്ത് നോക്കുക, വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക, ഹോം റെമഡി ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. ഡെഫിനറ്റ്ലി നല്ല ചേഞ്ചസ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്തൊക്കെയോ പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ട്, ഒന്നും പുറത്തേക്ക് വന്നിട്ടില്ല. കാരണം ഇതുപോലൊരു വീഡിയോ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അതിൻ്റെതായ ചെറിയൊരു ടെൻഷനും ഒരു നെർവസും കാണാനുണ്ട്. എന്തായാലും വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ കമൻസിലൂടെ പറയുക. കഴിഞ്ഞ വീഡിയോസിൽ നിങ്ങൾ ഇതുപോലെ കമൻറ്റ്സ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു മോട്ടീവ്. അതുകൊണ്ട് ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ കമൻസിലൂടെ പറയാം. ഇതിൽ ഏതെങ്കിലും പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ആണെങ്കിലും മോശം എക്സ്പീരിയൻസ് ആണെങ്കിലും കമൻസിലൂടെ പറയാം. ആൻഡ് ഓൾസോ വേറൊന്നും പറയാൻ വിട്ടുപോയില്ല എന്ന് വിചാരിക്കുന്നു. എന്തായാലും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം. സോ അടുത്ത വീഡിയോസിൽ കാണാം. ഇതുവരെ ബൈ.